എന്റെ ഏരിയ അതാണ്. സാമൂഹികം, രാഷ്ട്രീയം. ഇതിൽ ഈ മതത്തിന്റെ കാഴ്ചപ്പാട് മികച്ചതാണോ അല്ലേ, ശരിയോ തെറ്റോ? ഇത് തീർച്ചയായും ദൈവികമാണോ അല്ലേ മികച്ചതാണ്. എന്നുള്ളിൽ പോലും നമുക്ക് പ്രശ്നമില്ല. ദൈവികമാണെങ്കിലും അല്ലേലും കുഴപ്പമില്ല. ഇസ്ലാം എന്ന് നിങ്ങൾ പറയുന്ന മതം തകരാറുകൾ പറഞ്ഞാൽ ഇന്നാല് എന്താണ് തകരാറില്ലാത്തത്? ഏത് തകരാറില്ല? ഒന്നെടുക്കി. ഏതും തകരാറാണ്. നിങ്ങൾ ഏത് മത നിയമം എടുത്തോളി. നിങ്ങൾ ഈ ഭാര്യയെ തല്ലല്ലേ, അത് പൊതുവെ നിങ്ങളും ആരിഫ് ഭാര്യ ഹുസൈനൊക്കെ തല്ലല് നമ്മൾ പറയണതാണ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാലേ. അതെ, ഉം, ഹലോ, ഉം, ഇനി അവിടെ തന്നെ മസാല വേറെ ഉണ്ട്. ഉം, ഫിത്തിനെ പേടിച്ചാണ് ഓള് തെറ്റിപ്പോവും, അല്ലെങ്കിൽ അതും തന്നെ കനമുള്ളതുകൊണ്ട് പോയി തല്ലാൻ. ഞാൻ ഇനി പറഞ്ഞ ഒന്ന് പൂർത്തിയാക്കട്ടെ, 2 മിനിറ്റ്. ഉം. കനമുള്ള വടി കൊണ്ട് തല്ലാൻ പാടില്ല, അങ്ങനെ ഉണ്ട്. അതന്നെ ഇനി ഓള് തെറ്റിപ്പോവും, അങ്ങനെ എന്തെങ്കിലും തല്ലൽ നിർബന്ധമില്ല. അത് തന്നെ ചെലോൽക്കുണ്ടാവും, ഞാൻ ഇതിന് ഇതെന്റെ അടുത്ത് പറ്റിയ തെറ്റാണ്, ഞാൻ ഇതിന് എന്താ പറയാ ഒരു ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ആളാണ്, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ എത്തിക്കഴിഞ്ഞാൽ മാന്യമായ നിലക്ക്, ഉം. അല്ലാതെ ഒരു ബലാത്കാരമായിട്ടോ അല്ലാതെ പിടിച്ച് പേറുക, ഒരു ശരീരത്തിന് മുറിവുണ്ടാക്കുന്ന നിലക്കൊന്നും ഒരിക്കലും പാടില്ല. ശരീരത്തിന്റെ മുറിവാണോ? വ്യക്തിത്വത്തിന്റെ മുറിവില്ലേ? അത് ചെറിയ വ്യക്തിത്വത്തിന്റെ മുറിവാണ്. നിങ്ങൾ എന്താ വ്യക്തിത്വം എന്ന് ഉദ്ദേശിക്കണേ? പറഞ്ഞാൽ ഒരാളുടെ വ്യക്തിത്വം. ഇപ്പൊ നിങ്ങളെ ഒരു എത്ര ചെറിയ രീതിയിലാണെങ്കിലും നിങ്ങളെ ഒരാള് ഉന്തുക തള്ളുക ചെയ്താൽ അത് നിങ്ങളെ അഭിമാനത്തിൽ നിൽക്കുന്ന ക്ഷതല്ലേ? അല്ലാതെ നിങ്ങൾക്ക് ഏത് അത് ഭാഗത്തു കൂടെ നോക്കണം. ചിലപ്പോ നമ്മളൊരു ഏത് ഭാഗത്ത് കൂടി ആയിക്കോട്ടെ, ഏത് ഭാഗത്ത് ഞാൻ കൂടി ആയിക്കോട്ടെ. പറയട്ടെ, ഇപ്പൊ ആ, ചിലപ്പോ നമ്മളൊരു ഗൾഫിൽ നിന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ പേരിൽ ഒരു കൊട്ടലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കമ്പനിക്കാർ പിന്നെ ആ കൊട്ടലല്ല ചെങ്ങന്മാര് പറഞ്ഞത്. തമ്മില് ഒരു കൊട്ടലും ഒരു അല്ല, സന്തോഷം ഉണ്ടാവും. അത് അത് പിണങ്ങുമ്പോഴോ? നമുക്ക് തിരിച്ചു വരാൻ കഴിയും, അത് അതിനനുസരിച്ചിട്ടേ അങ്ങനെയല്ല, അല്ല ഉണ്ടാവുള്ളൂ. അല്ല അതിനെ അത് കുറിച്ചല്ലല്ലോ. അതിനനുസരിച്ച് ഇതൊരു ചെറിയൊരു കറക്ഷൻ എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ആ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആളുകളെ പോലീസ് നിയന്ത്രിക്കാണ് എന്ന് വിചാരിക്കുക. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആളുകളെ നിയന്ത്രിക്കാണ്. അവിടെ നിങ്ങളത് എന്താണെന്ന് അറിയാൻ പോയി നിൽക്കുന്ന നിങ്ങളുടെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ പോലും പോലീസിന്റെ ജോലി നിർവഹണത്തിന്റെ ഭാഗമായിട്ട് പോലും നിങ്ങളെ പിടിച്ച് തള്ളി നിങ്ങൾക്ക് ഫീൽ ചെയ്യൂല്ലേ? ഞാൻ പറയട്ടെ, ഉം, അവിടെ ഓർക്ക് ഓരോ സ്റ്റെപ്പുകൾ ഉണ്ട് ആ വിഷയത്തിൽ തന്നെ. ഉം. മാന്യമായി പറയാ, സ്ട്രോങ്ങില് പറയാ, See, എന്ത് അത് കാര്യത്തിലും അതെങ്ങനെയാന്നറിയോ? അങ്ങനല്ല. ഇപ്പൊ ഭാര്യ അല്ലാ ഭർത്താക്കന്മാർ എന്താ ചെയ്യാ ഓൽക്ക്, പിന്നെ പറയാം. ഒന്ന് അടിച്ച, ഭാര്യ പിന്നെ വാട്ടർ പ്രയോഗം, ഭർത്താക്കന്മാർക്കിടയിൽ ഭാര്യ ലാസ്റ്റ് ഭർത്താക്കൻ വെടി. ഞാൻ ചോദിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്ന പരിഹാരത്തില് രണ്ടുപേർക്കും പ്രയോഗിക്കാവുന്ന ഒരു രീതിയായിട്ടൊന്നല്ലല്ലോ ഇത് പറയണത്. ഇനി അതാണെങ്കിൽ തന്നെ അബദ്ധമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ടല്ല കാര്യങ്ങൾ പരിഹരിക്കേണ്ടത്. ഇത് ഭാര്യമാരെ അടിച്ച് അനുസരിപ്പിച്ച് ഇണക്കിയിട്ടല്ല മെരുക്കി കൂടെ നിർത്തേണ്ട ഒരു ഒരു വ്യക്തിയാണ് ഭാര്യ എന്നുള്ള കൺസെപ്റ്റാണ് ഇസ്ലാമിൻ്റെത്. അതെങ്ങനെ ശരിയാവും? അത് നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാലും അത് തൂവൽ കൊണ്ടാണ്, അത് നമ്മളെ കോഴി തൂവൽ കൊണ്ട് വീശിയാലാണ് എന്ന് പറഞ്ഞിട്ട് ഓലക്കൊടി കൊണ്ട് തല്ലലാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് അടി കൊള്ളുന്ന വേദനയോ അടി കൊള്ളുമ്പോ ഉണ്ടാവുന്ന മുറിവോ ഒന്നും അല്ല അതിനകത്ത് പ്രശ്നം. നിങ്ങൾ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ സ്ത്രീയെ നിങ്ങൾ എവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു അന്തസ് എത്രയുണ്ട്, ഇതാണ് അതിലെ പ്രശ്നം. ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുന്നതിന് ഈ ഒരു അടി മാത്രമല്ല, എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അല്ല, നമുക്ക് ഓരോന്നോരോന്ന് സെർച്ച് ആ, ചെയ്യാം, അതിനൊന്നും സാറില്ല. ഞാൻ എല്ലാത്തിലും ഇതൊന്ന് പൊതുവിൽ പൂർത്തിയാക്കട്ടെ. പൊതുവിൽ അല്ല, സ്ത്രീകൾ ഞാനൊന്ന് പിന്നെ പറയട്ടെ. ഈ അനുസരണക്കേട് പറഞ്ഞാൽ എന്താണ്? ഈ അനുസരണക്കേട് നിങ്ങളൊന്ന് പറഞ്ഞാണി. അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ ഉപദേശിക്കുക, കിടപ്പറയിന്ന് മാറ്റി നിർത്തുക, തല്ലുക എന്നാണല്ലോ ക്രമം. എന്ത് ഈ അനുസരണക്കേട്? എന്തൊക്കെ കാര്യത്തിൽ ഈ അനുസരണക്കേടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങളിലാവാം ഈ ഉപദേശവും ചീത്ത പറച്ചിലും തല്ലും ഒക്കെ? ഞാൻ പറയട്ടെ, ഉം. ഞാൻ പോലീസിന്റെ ഉദാഹരണം പറയാൻ കാരണം നിങ്ങൾ ആദ്യം ഉദാഹരണം പറഞ്ഞു വെച്ചത് കൊണ്ടാണ്. പറഞ്ഞോളി. ഉം. അപ്പൊ ഇതിന്റെ തന്നെ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ഭാര്യ ഭർത്താവ്. അപ്പൊ ഞാൻ ഇന്ന് തന്നെ പറയാലോ. ഉം. അപ്പൊ അത് ഫസ്റ്റ് സ്റ്റെപ്പാണ് പറഞ്ഞത്, ഇത് ഭാര്യയുമായിട്ടൊന്ന് പറഞ്ഞേക്കാറുണ്ട്. അല്ല, ആദ്യം അത് പിണക്കെന്താന്ന് പറഞ്ഞോ? മതപരമായ എന്ത് കാര്യത്തിലാണ്? അത് ഞാൻ പിണക്കല്ല, അനുസരണക്കേട് എന്നുള്ള ഒരു പ്രശ്നമാണ് ഭാര്യയെ അടിക്കുന്നതിലേക്ക് നയിക്കുന്നത്. എന്താണ് ഈ ഈ അനുസരണക്കേട്? എന്ത് കാര്യങ്ങളിലുള്ള അനുസരണക്കേടിനൊക്കെ അടിക്കാം? ഈ അടിക്കാന്ന് പറഞ്ഞ വലിയ മട്ടലെടുത്താണ്ട് വലിയൊരു ഒലക്കെടുത്ത് എന്തോ ആവട്ടെ, അടിക്കാന്നൊന്നല്ല. ഈ പറഞ്ഞ ഉപദേശം, കിടപ്പറയിൽ നിന്ന് മാറ്റി നിർത്തൽ, അടിക്കൽ തുടങ്ങി 3 കാര്യങ്ങൾ. ഇത് ആവശ്യമായി വരുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് സ്ത്രീയുടെ അനുസരണക്കേടിൽ ആശങ്ക തോന്നുക എന്നുള്ളതാണല്ലോ. അത് അടിക്കാന്ന് പറഞ്ഞാൽ തന്നെ ചെറിയൊരു ചെറുമട്ടത്തില് ഓൾക്കും തന്നെ തോന്നണം ഇതിങ്ങനെ. എന്തിന്? അല്ലാതെ അത് മട്ടലെടുത്താണ്ട് അങ്ങനെ അല്ല, കൊട്ടുകയെന്നൊന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. എന്തിനാണ് ഈ ഓൾക്ക് തോന്നുന്നത്? അതന്നെ വലിയ വലിയ അടിയാണ്, ഒരു വിഫത്ത് ഉണ്ടാകുന്ന പോലത്തെ അടിക്കാനും പാടില്ല. ഇസ്ലാം ശക്തമായി എതിർക്കുന്നുണ്ട് ഒരാൾ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് എന്തിനാ ഈ തല്ലണത് അത് പറയും. എന്തിനാ ഈ തല്ലണത്?
പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ടാണോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? അത് നിർബന്ധം അങ്ങനെ പൊടിച്ച് തല്ലണം അങ്ങനെയൊന്നുമല്ല ഇതിന്റെ അർത്ഥം. തല്ലൊരു ഓപ്ഷൻ അല്ലല്ലോ. ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്തവനെ തല്ലി മനസ്സിലാകുവോ? പറഞ്ഞാ മനസ്സിലാവാത്തവനെ തല്ലിയാ മനസ്സിലാവും. ചിലർക്ക് ചില എന്താ പറയാ ചെറിയ ചെറിയ ഒരു പൊടിക്കൈ എന്തെങ്കിലുമൊക്കെ ഒരു മേത്ത് കൊണ്ടാല് പിന്നെ ഈ പോലീസുകാരൊക്കെ അങ്ങനെ അതൊരു തല്ലണണ്ടില്ല. ക്രിമിനലിനെ കൈകാര്യം ചെയ്യണം. ഒരു സമൂഹത്തിന് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ക്രിമിനലിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണോ നമ്മൾ സ്ത്രീനെ കൈകാര്യം ചെയ്യേണ്ടത്? അല്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞത്. മട്ടലെടുത്തിട്ടോ അതേ ഒലക്കെടുത്തിട്ടോ രീതിയിലല്ലേ തല്ലാൻ ഇത് പാടില്ല. ആദ്യം ഉപദേശിക്കുക, പിന്നെ വൈറ കിടപ്പറയിൽ നിന്ന് മുബറൈൻ അകറ്റി പൊട്ടാത്ത നിർത്തുക. അടി എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ പൊട്ടാൻ പാടില്ല തന്നെ. അതുകൊണ്ട് എന്താ കാര്യം? അല്ല നിങ്ങൾ അടിക്കാന്നൊക്കെ പറയുമ്പോ ഒരാളെ താത്തിക്കെട്ട് അങ്ങനത്തെ ഒരു മാനദണ്ഡങ്ങൾ വെക്കണ്ട. അടിക്കണത് നിങ്ങൾ എന്തുകൊണ്ടായാലും അടിക്കൽ താഴ്ത്തിക്കെട്ടലാണ്. അത് അടിയുടെ ഊക്ക് എത്ര ഉണ്ട് എന്നൊന്നും നോക്കണം. മീൻസ് ഊക്ക് പറഞ്ഞ ഇവിടെ വേറെ അർത്ഥമാണ്. അതിന്റെ ശക്തി ഒന്നും നോക്കണ്ട, പരിഗണിക്കണ്ട. അടിയാണ്, ആ അല്ല അപ്പൊ അത് ആക്ഷനാണ്. നിങ്ങളിപ്പോ നിങ്ങൾ മനോഹരമായിട്ട് നിങ്ങൾക്ക് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു അടി ഒരു ഭാര്യനെ തല്ലണ്ട. അങ്ങനത്തെ തന്നെ ഇസ്ലാമിൽ കൊണ്ടിറക്കാം. ആ പറ്റണേ. അല്ലാതെ നിങ്ങൾ ഇത് ഇങ്ങനെ തല്ലി കൊണ്ടിടക്കേണ്ട സാധനമാണ് കുടുംബം. ഇതെന്താ കന്നും കൂട്ടാണോ? അതൊക്കെ നിങ്ങൾ പറയല്ലേ. ഇനിയിപ്പൊ അടി ഉണ്ടാവുക പറഞ്ഞാ മനുഷ്യന്മാര് തമ്മിൽ ചിലപ്പോ ഒന്നും തള്ളും, അടിയും പിടിയും ബഹളമൊക്കെ ഉണ്ടാവും. അത് ആണാണോ പെണ്ണാണോ നോക്കിയിട്ടാണോ? നിങ്ങൾക്ക് നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അവിടെ ധൈര്യമായിട്ട് പറയാം. നിങ്ങളെ ഭാര്യക്ക് നിങ്ങളെ കിടപ്പറയുന്ന അകറ്റി നിർത്താൻ പറ്റുമോ? നിങ്ങൾ അനുസരണക്കേട് കാണിച്ചാല്? അങ്ങനെ നാക്കോളം ഇഷ്ടത്തിന് വിട്ടുകൊടുക്കല്ല. അങ്ങനത്തെ അല്ല, ഞാൻ ചോദിക്കണത് ഒരു അനുസരണക്കേട് നിങ്ങൾ പറഞ്ഞത് അനുസരിക്കണില്ല എന്നതിന്റെ പേരിൽ നിങ്ങളെ കിടപ്പറയിൽ നിന്ന് അകറ്റി നിർത്താൻ അവൾക്ക് അനുവാദം ഉണ്ടോ? ഈ അനുസരിക്കുന്നില്ല എന്നത് കൊണ്ട് നിങ്ങൾ ഏത് ആ കാര്യത്തിലാണ് അത് ഞാൻ നിങ്ങളോട് പെൺകുട്ടികളുടെ കാര്യത്തിൽ ചോദിച്ചല്ലോ. സ്ത്രീകളുടെ കാര്യത്തിൽ ഏത് കാര്യത്തിൽ അനുസരിക്കുന്നില്ല എന്ന്? ഏതൊക്കെ കാര്യത്തിലാണ് പുരുഷന് സ്ത്രീ പുരുഷനെ അനുസരിക്കേണ്ടത്? ഒരു പുരുഷന് സ്ത്രീക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുകൊടുക്കണം. ഭക്ഷണം ഊക്കവിടെ എത്തിച്ചേർക്കല. ഊക്കട ഉണ്ടാക്കി നിർബന്ധമില്ല. അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അല്ല അത്രയും അല്ല, സുരക്ഷിതമാണ് അതൊക്കെ ശരിയാണ്. ഒരു ഇസ്ലാമില്. സുരക്ഷിതത്വമില്ല. ഈ ഭക്ഷണം കൊണ്ടേ കൊടുക്കണമെങ്കിൽ ഭർത്താവിന്റെ സുഖാസ്വാദനത്തിന് തടസ്സമില്ലാണ്ടിരിക്കണം, വേണ്ടേ? വിസമ്മതിച്ചാൽ ഫുഡ് കൊണ്ടേ കൊടുക്കണ്ടല്ലോ. വേണം. നിങ്ങൾ മസാല പഠിച്ചാലേ, നിങ്ങൾ ഫിക്ക് പഠിച്ചാലേ. അത് ഊക്കത്തിൽ രോഗങ്ങളോ ബുദ്ധിമുട്ടോ കാരണമായിട്ടാവാൻ പാടില്ല. അതൊന്നുമല്ല, മൂടില്ല. വെറും മൂടില്ലായ്മ. വെറും മൂടില്ലായ്മയാണ്. പിന്നെ ചെലവിന് കൊടുക്കണ്ടല്ലോ അന്ന് മസാല അനുസരിച്ചിട്ട്. നിങ്ങൾ പറയേ, 10 ഓപ്ഷൻ ഉണ്ടോ അവിടെ? നിങ്ങൾ പറയും. ഞാൻ ഈ മുമ്പൊക്കെ വായിച്ചേ. എന്തെങ്കിലും ചിരിക്കണേ? കൊടുക്കണോ? അവൾക്ക് മൂടില്ല, അല്ലെങ്കിൽ രാത്രി കയ്യില് മൈലാഞ്ചിട്ടിക്കാണ്, ചെലവിന് കൊടുക്കണം. അന്ന് പിന്നെ വേണ്ട. നീ കുളിക്കാൻ സോപ്പ്, ചീപ്പ്, കണ്ണാടിയില്ല, സോപ്പ്, എണ്ണ, ചീപ്പ്, വെള്ളം തുടങ്ങിയിട്ടുള്ള സാധനങ്ങള് അത് ഈ പുരുഷന് വാജിബാവുന്നപ്പോഴാ, കൊടുക്കൽ ബാധ്യതയാവുന്നപ്പോഴാ? ആ കുളി നിർബന്ധ കുളി ആവാനുള്ള കാരണക്കാരൻ പുരുഷനാവുമ്പോഴാണെങ്കിലല്ലേ? ഒന്നല്ല ഹെയറുണ്ടാകുമ്പോഴൊക്കെ ഹൈലിൽ നിന്നും മുക്തി നേടാനുള്ള കുളിക്കാനുള്ള പിന്നെ സാധനങ്ങൾ കൊടുക്കൽ പുരുഷന് നിർബന്ധം. നിങ്ങളെന്താ വായിച്ചേ? നിങ്ങൾ വായിച്ചു. ഓർമ്മട്ടില്ല. നിങ്ങളെന്താ വായിച്ചേ? കുളി നിർബന്ധമാകുന്നതിന്റെ കാരണക്കാരൻ ഇവളാവണം, മീൻസ് ഇവനാവണം. നിങ്ങളെ മസ്കാരന്റെ റൂട്ട് തന്നെ നോക്കിയെടുത്തിട്ടാണ് അല്ല, നിയമം അങ്ങനെയാണല്ലോ. അപ്പൊ നിങ്ങൾ സംരക്ഷിക്കാൻ നിയമം ഉണ്ടാക്കുമ്പോ അല്ല അതൊക്കെ സ്ത്രീകളെ സംരക്ഷിക്കാനും സ്ത്രീകളെ മതബിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള അല്ല, ചർച്ചകളാണ് മതത്തിന്റെ ഇതൊക്കെ. ഉള്ളിലാണല്ലോ മനുഷ്യന്മാർ ജീവിക്കുന്നത്, അല്ലേ? അത് അതിന്റെ ഉള്ളിൽ തന്നെ വേറെ ഓപ്ഷനുകളും ഉണ്ടല്ലോ. അതാ പറഞ്ഞത്. ഓപ്ഷൻസ് അല്ല പറഞ്ഞത്, നിയമം. നമുക്ക് ഓല് രണ്ടാള് പ്രേമിച്ച് കല്യാണം കഴിച്ചാക്ക, എന്നാ പിന്നെ അവർക്ക് അവിടെ പ്രേമത്തിന്റെ അടിസ്ഥാനത്തിലാകുമ്പോ വേറെ ഹുക്കും വരും. അല്ല, പ്രേമം തന്നെ ഹുക്കുമില്ലാത്ത കാര്യല്ലേ ഇസ്ലാമില്? പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പാടുണ്ടോ? നബി പണ്ട് അങ്ങനെ ചെയ്തു, അത് ശരി. പക്ഷെ വേറെ മനുഷ്യന്മാർക്ക് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പാടുണ്ടോ? നിങ്ങളെ തൽക്കാലം നമുക്ക് വെക്കാം. അതിപ്പോ എവിടെ എത്തൂല. അല്ലെങ്കിൽ ഇത് എവിടെ എത്താനത്? ഇതിപ്പോ ഫസ്റ്റ് ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഈ വിഷയങ്ങളൊക്കെ. അതാ പറഞ്ഞ നിങ്ങൾ പുതിയ വിഷയത്തിലേക്ക് വരൂ.
അന്ന് ഇതിപ്പോ 2 മാസറ്റായി. ഒരു മണിക്കൂറും ചില്ലറ മിനിറ്റോളം ചർച്ച ചെയ്തതാണ്. എന്നിട്ട് എവിടെ ഇനി എത്തിയില്ലല്ലോ. ഇനിയിപ്പോ അതിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല. ആ, അതാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇതൊക്കെയാണ് നമ്മളെ പ്രധാനപ്പെട്ട വിഷയം. ഇതൊക്കെ ആൾക്കാർ അംഗീകരിച്ചാൽ ഇത് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, അതൊക്കെ നമുക്ക് പരിഹരിക്കേണ്ടതാണ് പറഞ്ഞാൽ ആ പ്രശ്നം നമ്മൾ വിട്ടു. അവിടെ അതല്ലാതെ ഇതിനെ ഇവണ്ടെങ്കിൽ വേറെ ന്യായീകരിക്കുമ്പോഴാണ് ഇനി പ്രശ്നം. നിങ്ങൾക്ക് നേർച്ച ആക്ക പറ്റുമോ? അവിടെ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ ഈ മസാലിന്റെ പിന്നാലെ തന്നെ അല്ല, ഇങ്ങനെ നീർച്ചയാക്കല്ല. ഞാൻ പറഞ്ഞത് ഒരു നിയമം. മസാലിന്റെ പിന്നാലെ തന്നെ അതായത് അല്ല നിങ്ങൾ മനസ്സിലായോ? നിയമം എല്ലാവരും പാലിക്കേണ്ടതെന്നല്ല നിങ്ങൾ ആ പറഞ്ഞു. നിയമത്തിന് പാലിക്കൽ ബാധ്യതയാവുന്ന, അതായത് പുരുഷന്റെ ബാധ്യതയാണ് സ്ത്രീയുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ ആ ബാധ്യത എന്ന് പറയുന്നത് എത്രത്തോളമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ പിന്നെ സ്ത്രീയുടെ വേറെ ചില പ്രൊട്ടക്ഷൻ വിഷയങ്ങൾ അതിന്റെ പുരുഷന്റെ ഉള്ളിലുണ്ട്. അടുത്ത്, സ്ത്രീയുടെ ആ പ്രൊട്ടക്ഷനും ഒരാഴ്ചയിലെ ഇറച്ചി എടുക്കൽ നിർബന്ധമാണ്, ഇടക്കിടക്ക് ഡ്രസ്സ് എടുക്കൽ നിർബന്ധമാണ്, ഇടക്കിടക്കൊന്നും പാർപ്പിടം ഇല്ല. നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ പറയണേ? ഡ്രസ്സ് ഇടക്കിടക്ക് 6 മാസം കൂടുമ്പോൾ ഒരു ഫർദൊക്കെ അങ്ങനെയുണ്ട്. പിന്നെ പാർപ്പിടം 6 മാസത്തിൽ ഒന്നല്ലേ? പിന്നെ ഇപ്പോഴല്ല ഒരു ജാടന്റെ വസ്ത്രത്തിന്റെതൊക്കെ ഒരു 10 കൊല്ലത്തിന്റെ ആ 20 കൊല്ലത്തിന്റെ ഉള്ളിലായിട്ടല്ലേ അല്ല, ഇങ്ങനെ അത് ശരിയാണ്. ഞാൻ പറഞ്ഞത് മിനിമം ഓരോ കാര്യങ്ങൾ. ഞാൻ കല്യാണത്തിനും ഓരോ പറഞ്ഞത് ഡ്രസ്സ് വാങ്ങണ കാലം വന്നത്. ഭക്ഷണത്തിന്റെ കഥ വിട്ടു. ഞാൻ പറഞ്ഞതല്ല, വസ്ത്രത്തിന്റെ കഥ വിട്ടു. അതൊക്കെ ആ കാലത്ത് ഏറ്റവും മിനിമം കൊടുക്കൽ നിർബന്ധം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ഏറ്റവും ആവശ്യമുള്ള സാധനം വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണമാണല്ലോ. ഈ ഭക്ഷണത്തിൽ പോലും നിങ്ങൾ ഈ ഭർത്താവിന്റെ ഭാര്യയോട് ലൈംഗികാസ്വാദനം സ്നേഹമില്ലാഞ്ഞിട്ടാണ്. നിബന്ധനയാക്കി വെക്കുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയും. നിങ്ങൾക്ക് ഭാര്യയോട് സ്നേഹം വേണം. അപ്പോൾ നിങ്ങൾക്ക് അന്നലേക്ക് ചിന്തിക്കാൻ ഞാൻ പറഞ്ഞത് പടച്ചോന്റെ നിയമമാണ്. ഭർത്താക്കന്മാര് മുസ്ലിങ്ങൾ പടത്തി തിന്നാൻ കൊടുക്കില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു നിയമം ഉണ്ടാക്കി വെക്കുമ്പോ ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. തിന്നാനും കുടിക്കാനും കൊടുക്കുന്ന കാര്യത്തിൽ അത് നിങ്ങള് എന്താ പറയാ ഈ വിഷയത്തിലേക്ക് എന്തിനാണ് കണക്ട് ചെയ്ത് വെച്ചത്? ഇതാണ് എന്റെ ചോദ്യം. ഉം. ഈ ഈ അനുസരണക്കേടിൽ, ഈ ലൈംഗിക കാര്യങ്ങൾക്ക് വിസമ്മതിക്കുന്നതും അനുസരണക്കേടിൽ വരൂലേ? ഈ മൂടില്ലായ്മയും. പറയ്, നിങ്ങൾ പറയേ, പെടൂലേ? നിങ്ങൾ എന്താ മിണ്ടാത്തത്? അത് ഈ മൂടില്ല എന്ന് പറയുന്നത് അനുസരണക്കേടല്ലേ? അതിനുപദേശിച്ചൂടെ? അകറ്റി നിർത്തിക്കൂടെ? അതൊക്കെ ഓരോ തല്ലിക്കൂടെ? മസാലകളാണ്. അതാ പറഞ്ഞതേ. അപ്പൊ മസാലകൾ എന്ന് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അങ്ങേയറ്റം അത് സ്ത്രീവിരുദ്ധമായ മസാലകള് മതനിയമങ്ങളാണ്. ഹലോ 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 ആ ഫിഖില് ചില പൊതു നിയമങ്ങളുണ്ട്. അത് ഞാൻ പഠിപ്പിച്ചട്ടെ. അല്ല, പൊതു നിയമങ്ങളെ കുറിച്ചാണ് നീ പറഞ്ഞത്. ഞാനേ മിനിമം. ഫിഖ് അല്ല, ഞാൻ പറയട്ടെ. അതിന് ഉസൂലിൽ ഫിഖ് എന്ന് പറയും. ജമ്മുൽ ജവാമിയങ്ങൾ കേട്ടണോ? ഉസൂൽ ഫിഖൊക്കെ കേട്ടിക്കണ്. ഞാൻ പറയട്ടെ. അത് പൊതുവെ ഈ ഫിഖ് മസാലയിലേക്ക് ഇറങ്ങി കളിക്കാനോ മസാല കണ്ടുപിടിക്കാനോ ഷാഫി ഇമാം, അബു ഹനീഫ ഇമാം, മാലിക് ഇമാം, ഹംബലി ഇമാം ഒക്കെ ഉള്ളത്. അതിൽ ഓർക്ക് തന്നെ ചില പൊതു നിയമങ്ങളുണ്ട്. ഫിഖ് അല്ല ഇംഖാനുള്ളിടത്താണ്. ഇംഖാൻ എന്താ അറിയും? സൗകര്യം. ഫിഖ് ബലാത്കാരമായിട്ട് ചെയ്യിപ്പിച്ച ഫിഖിന്റെ മസാല അതിലൊന്നും നമുക്ക് തർക്കല്ലേ? അല്ല, ഫിഖ് എല്ലാം അറിയുന്നോടത്താണ്. അല്ല, സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യക്ക് ഇപ്പൊ സൗകര്യം ഇല്ല. അവൾക്ക് ഇപ്പൊ ചില യുക്തിവാദികൾ പറയണ ഞാൻ കേട്ടിന്. പ്രസവത്തിന്റെ ഈ പരകന്മ കടക്കുകയാണെങ്കിലും ഭർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ ലൈംഗികതയ്ക്ക് പോകണം. പച്ച പൊട്ടത്തരാണ് പറഞ്ഞത്. അങ്ങനെ ഹദീസുണ്ട്. എവിടെ? ഹദീസല്ലേ അത്? അതോ ഫിഖാണോ? എവിടുന്നാ കിട്ടി? ഇല്ലേ? പച്ച പൊട്ടത്തരാണ് പറഞ്ഞത്. ഒരിക്കലും പോകാൻ പാടില്ല. എന്ത് ഇസ്ലാം പറഞ്ഞതാ? അങ്ങനെ ഉണ്ട്. പിന്നെ എന്ത് ഇസ്ലാമായി മാറുക? അങ്ങനെ ഒരിക്കലും ഇല്ല. ഫിഖ് എന്ന് പറഞ്ഞ സംഗതി അല്ല, ഇംഖാനുള്ളിടത്താണ്, സൗകര്യം ഉള്ളിടത്താണ്. അതാ സമയത്ത് വേദന കിടക്കുമ്പോ വിളിച്ചു വെച്ച് പോകുന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അത് അങ്ങനെ ഒന്നില്ല. അത് യുക്തിവാദി പറഞ്ഞതാണ്. പറഞ്ഞ ആരിഫ് ഹുസൈനാണ്. അങ്ങനെ യുക്തിവാദികൾ പറഞ്ഞതൊന്നുമല്ല. നമ്മളെ ഏതോ ഒരു ഉസ്താദ് പറഞ്ഞാണ്. നമ്മളെ എന്താണ് അബൂബക്കർ അൽ ഖാസിമി പറഞ്ഞാണ്. ഏത് ഒരു തൊപ്പിട്ടാണ്ടല്ലേ? അല്ലല്ല, തലയിൽ തട്ടിട്ടുള്ളത്. മനസ്സിലായി. അലിയാർ ഖാസിമിയ? അല്ലല്ല, അബൂബക്കർ അൽ ഖാസിമി. ഞാൻ പറയട്ടെ. അങ്ങനെ ഈ ഫിഖ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം ഇംഖാനുള്ളിടത്താണ്. ഒരു ഭാര്യക്ക് ഭർത്താവ് ബന്ധപ്പെടുന്ന സമയത്ത് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബന്ധപ്പെടൽ തന്നെ ഹറാമാണ്. ബന്ധപ്പെടാൻ തന്നെ പാടില്ല. ശാരീരിക ബന്ധം അത് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമ്പോഴല്ലേ? അത് ഇങ്ങനത്തെ ചില ഘട്ടങ്ങൾ. അതുപോലെ തന്നെ ഓൾക്ക് രോഗം ഉണ്ടായാൽ, അതുപോലെ തന്നെ ഓൾക്ക് ഹയവ് ഉണ്ടായാൽ. കാരണം ഹയവുള്ള സമയത്ത് ഓളെ ശരീരം ക്ഷീണിക്കുന്ന
ഉം, ആ സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ഉം. പിന്നെ രണ്ടാക്കും എങ്ങനെ ഇങ്ങനത്തെ ഈ ഘട്ടങ്ങളിലൊന്നും ഓക്ക് നിർബന്ധമില്ല. അപ്പോഴൊക്കെ ഭക്ഷണം കൊടുക്കണം. ഈ പലകന്റെ മുകളിൽ കയറിയതാണെങ്കിലൊക്കെ ഉള്ള സാധനം അല്ലല്ല, ഈ ഹദീസിലുള്ളതാണ് കേട്ടോ. പലകാന്ന് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഹദീസിലുള്ളതാണ് അറിയാം. ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ അങ്ങോട്ട്. ഉം, ഈ ആരിഫ് ഹുസൈൻ പറയണ്ടേ പലകന്റെ മേലാണെങ്കിലും ഈ പറഞ്ഞത് എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ആരിഫ് ഹുസൈൻ വേറെ നമ്മളെ ഉം, ഷുഹൈബുൽ ഹൈത്തമി ഉസ്താദുമായിട്ട് സംവാദം നടക്കുന്ന സമയത്ത് പറയണ്ടേ, ഉം. പക്ഷെ അത് പച്ച തെറ്റാന്നാ പറഞ്ഞത്. എന്ത് അല്ല, നിങ്ങൾ വിഷയത്തിക്ക് വരിക, ഹദീസിലുള്ളതാണെന്നോ ആ ഇവിടെ? ഹദീസിലുള്ളതാണ്. ഇബ്നു മാജിയിലൊക്കെ ഉള്ളതാണ് എന്റെ ഒരു ഉണ്ട്. ഞാൻ സുനൻ ഇനി ഇബ്നു പറയട്ടെ മാജിയിലും ഇനി മുസ്നദ് പറയട്ടെ ഹലോ അഹമ്മദിലൊക്കെ ഉള്ള ഹലോ ഹലോ ഹദീസായിട്ടാണ് ഇനി എനിക്കറിയുന്നത്. ഇതിന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടാണ് ചർച്ച ഉണ്ട്. ഉം, ഇനി ഹദീസ് തന്നെ ഇതാണ്ട് ഈ വിശദീകരണം നോക്കണം. ഉം, ഉം. എന്താ നോക്കേണ്ടത്? ഈ ബിനുമാജന്റെ വിശദീകരണങ്ങൾ ഉണ്ടാവും. ആ ഇപ്പൊ ഈ മുസ്ലിമിന്റെ വിശദീകരണമാണ് ഷറഹ് മുസ്ലിമി, ഇല്ല ഇതൊക്കെ മിഷ്കാത്ത്. ആയിക്കോട്ടെ, അതൊന്നും നമുക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഭർത്താവ് ഭാര്യക്ക് ചെലവിന് കൊടുക്കൽ ബാധ്യതയാവുന്നതിന്റെ നിബന്ധനയായിട്ട് സ്ത്രീ ശരീരം ഭർത്താവിന്റെ സുഖാസ്വാദനത്തിന് പിന്നെ എന്താ പറയാ അതിന് വഴങ്ങിക്കൊടുക്കൽ ഒരു നിബന്ധനയാണോ എന്നാണ് എന്റെ ചോദ്യം. അതിന്റെ സൗകര്യമൊക്കെ വേറെ. അത് വേണ്ടി വരും ആ മസാലപരമായിട്ട് നോക്കുമ്പോൾ. അത്ര. അപ്പൊ പിന്നെ അത് സംരക്ഷണം അല്ല. അതിപ്പോ ഞാൻ എന്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടിയുണ്ട്. ആ മുമ്പ് ഏതാണ്ട് പട്ടിക്കുട്ടീനെ പറഞ്ഞാണ്. അനുസരണക്കേട് കാണിച്ച മുണ്ടമ്പടി എടുത്ത് തല്ല ഞാൻ സമ്മതിക്കോ? ഉം. അപ്പോ നമ്മൾ വളർത്തുമൃഗങ്ങളോട് കാണിക്കുന്ന നിലപാടാണ് സ്ത്രീകളോട് ഇസ്ലാമിൽ ഭാര്യമാരോട് കാണിക്കുന്നത്. അതായത് അല്ലല്ല, ഇസ്ലാം തിന്നാൻ വളരെ കൊടുക്കണം, പ്രൊട്ടക്ഷൻ കൊടുക്കണേ. തിന്നാൻ കൊടുക്കണം. അത് ആ ഇസ്ലാമിൽ എന്താ പ്രൊട്ടക്ഷന്റെ ചോദിച്ചു കഴിഞ്ഞാല്, കഥയാണത്. ഹലോ നിക്ക് ഞാൻ പറഞ്ഞോട്ടെ. നീ ഉം. ഇസ്ലാമില് ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും ചെലവഴിക്കണം എന്ന് പറഞ്ഞപ്പോ, ഇപ്പൊ ഞങ്ങളും പങ്ങള് സാധാരണ ആ ഇസ്ലാമിൽ പറയുന്ന നിർബന്ധത്തിന് ഭൗതിക ഈ സ്വത്ത് നിബന്ധന കിട്ടലുണ്ട്. ഉണ്ടോന്ന് ആ നിർബന്ധത്തിന് ഈ നിബന്ധന ഉണ്ടോന്നാണ്. ഹലോ, ഇപ്പൊ ഇങ്ങടെ പൗതി സ്വത്ത് കിട്ടലുണ്ട് എന്നാ പറയല്. ഇപ്പൊ അല്ല, അല്ല, പൗതി പൗതി സ്വത്ത് സ്വത്തൊക്കെ നമുക്ക് കിട്ടലേ പോവാം. ഞാൻ ഉള്ളൂ. ചോദിക്കണത്, ഭർത്താവിന്റെ സംരക്ഷണത്തിൽ ചെലവിന് കൊടുക്കൽ ബാധ്യതയാവാൻ ഭർത്താവിന് ആവശ്യാർത്ഥം ശരീരം വഴങ്ങിക്കൊടുക്കൽ സ്ത്രീക്ക് ബാധ്യതയുണ്ടോ, നിർബന്ധമുണ്ടോ? അപ്പൊ മാത്രല്ലേ ഇത് ഭർത്താവിന് ബാധ്യതയുള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മള് ഉപയോഗിക്കുന്ന ഒരു വസ്തുവിന്റെ മെയിന്റനൻസ് എന്ന് മാത്രമേ ഉള്ളൂ അതിനർത്ഥം. അപ്പൊ നമ്മൾ നല്ലോണം പാടത്ത് നിങ്ങൾ കന്നുകൂട്ടാൻ പറഞ്ഞ വിഷയങ്ങളോട് പാടത്ത് കൂടുതൽ ഉഴുത് മറിക്കാൻ വരില്ലല്ലോ. ഉപയോഗിക്കുന്ന പോത്തും കുട്ടികൾക്കും കാളക്കുട്ടികൾക്കും നമ്മൾ നല്ലോണം ഫുഡ് കൊടുക്കൂലേ? ഹലോ, ഉം, അല്ല, നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളോട് ഇത് കാര്യമായിട്ട് വരില്ല അറിയോ? ഉം. ഈ തർക്കങ്ങള് ആ ഇതായിട്ട് പോകുമ്പോഴാണ്. തർക്കങ്ങള് അതന്നെ. അതിന് വേറെ അവിടെയാണ് നിയമസംരക്ഷണം വേണ്ടതേ. ഇപ്പൊ ഭാര്യയ്ക്ക് സംരക്ഷണം ഒരുക്കാനുള്ള ഫിഖ്ഹി നിയമങ്ങളുടെ മസാല നോക്കുമ്പോ, ഒരു ദിവസം പട്ടിണി കിട്ടു, ഫുഡ് കൊടുത്തില്ല ഭർത്താവ്, കാളിന്റെ അടുത്ത് പ്രശ്നമായിട്ട് ചെന്നു. കാളി ചോദിച്ചു, എന്താണ് അജ്ജോൾക്ക് തിന്നാൻ കൊടുക്കാത്തത്? അനക്കറിയില്ലേ ഭർത്താവ് തിന്നാൻ കൊടുക്കണം. അപ്പൊ കാളിനോട് ചങ്ങായി പറഞ്ഞു, ഓള് 2 ദിവസമായിട്ട് എനിക്ക് വഴങ്ങി തരുന്നില്ല. ഓൾക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ദീനോ കേടോ ഒന്നുമില്ല, ഓൾക്ക് മൂടില്ലായ്മ മാത്രമേ ഉള്ളൂ. എന്താ ദീനിന്റെ മസാല? ഈ കിതാബ് കാളിക്ക് ഷാഫിന്റെയും അനഫിന്റെയും അമ്പലിന്റെയും ഒക്കെ കിതാബ് മറിച്ചിട്ട് പറയാൻ പറ്റുന്ന വിധി എന്താ? ഇതാണ് നിയമം. ഈ നിയമപരിരക്ഷ ഇതെന്ത് സംരക്ഷണാണെന്നാണ് നമ്മൾ ചോദിക്കണേ. നമ്മൾ ഇത് കഞ്ഞി വെറും കൊടുക്കണമെങ്കിൽ, മസാല നിങ്ങൾ തന്നെ കഞ്ഞിയും ആയിട്ട് പയറും തരണമെങ്കിൽ ഇനി എനിക്ക് പിന്നെ ശാരീരിക ബന്ധത്തിന് വഴങ്ങണം എന്ന നിബന്ധന, അത് അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമാണ്. ഒരു കാര്യങ്ങളെ കൂടുതൽ പ്രലോഭിപ്പിച്ചത്. ഒരു കാരണമൊന്നുമല്ല, ഇങ്ങനത്തെ 100,000 കാരണങ്ങൾ ഉണ്ടാവും. ഇത് പിന്നെ അവിടെ വേറൊരു അവസ്ഥ ഇതിലുണ്ട്. തൃപ്തി എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥകളൊക്കെ ഇതിലുണ്ട്. തൃപ്തിയൊക്കെ പോട്ടെ, അങ്ങനെ ഞാൻ പോകുമ്പോ പറഞ്ഞത് അങ്ങനെ ഏറ്റവും അടിസ്ഥാനം, മനസ്സിലായി. ഒരു മനുഷ്യന് തിന്നാൻ കൊടുക്കുമ്പോ ഈ നിബന്ധന പറയാം. നമ്മളെ നാട്ടിൽ കറവ പറ്റിയ പശുവിന് ഇനി തിന്നാൻ കൊടുക്കൂല എന്ന് ആരെങ്കിലും പറയോ? ഈ ഒരു കാര്യമൊക്കെ ഞങ്ങൾ കൂടുതൽ പ്രലോഭിപ്പിച്ചതില്. നിങ്ങൾ ചിന്തിക്കും, നല്ലോണം ചിന്തിക്കും. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ? കല്യാണം കഴിയണതിന് മുമ്പ് ഇതൊക്കെ നല്ലോണം ചിന്തിച്ചിട്ട് കല്യാണം കഴിക്കുക. അതൊന്നുമില്ല, അതൊക്കെ രണ്ടും കൂടാകുമ്പോ അത് വേറെ കാര്യം. അതൊക്കെ വേണ്ട ഇത്ര തിന്നാ അല്ല അല്ല അതാ കുടിക്കാന്നല്ലാതെ ഞാൻ പറഞ്ഞത്, നമ്മള് മുസ്ലിങ്ങൾ ഈ നിയമം ഒന്നും അതൊന്നും അറിഞ്ഞിട്ട് ഇതിനെ അറിഞ്ഞ അടിസ്ഥാനാക്കിയിട്ടല്ല. ഭാവം പോലും നിങ്ങൾ നടിക്കുന്നില്ല. അങ്ങനെ ഒരിക്കലും കണക്കൂട്ടണ്ട. അല്ല, അതൊക്കെ മൂല്യന്മാർ ഇങ്ങനെ വയലു പറയുമ്പോ പൈസ സ്ത്രീകളെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തിന്ന് കുടിച്ചാന്നല്ലാതെ അത് വേറെ അതെ, കാര്യം.
അല്ല ഞാൻ ഇനിയിപ്പോ നമ്മള് പറഞ്ഞത് കുടുങ്ങിക്കുന്ന സമയമാണെങ്കിൽ ചിലപ്പോ ഒരു കടമായിട്ട് അങ്ങനെ അത് വേറെ അങ്ങനെ പോകും. കാര്യമാണ്. അത് ഞാൻ പറഞ്ഞത് സത്യത്തില് മൂല്യന്മാരിങ്ങനെ വയലു പറയും ഓളെ തിന്നാൻ കൊടുക്കൽ എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് കേട്ട് വളർന്ന ഒരു ചെറുക്കന്റെ വിചാരം എല്ലാ സമയത്തും ഭക്ഷണം കൊടുക്കൽ ബാധ്യതയാണെന്ന് വിചാരിച്ചിട്ട് ചെലവിന് കൊടുക്കുന്നവരും ചിലപ്പോ ഉണ്ടാവും. ഭാര്യനോടുള്ള സ്നേഹം കൊണ്ട് കൊടുക്കുന്നവരും ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു കൊനിഷ്ട് പിടിച്ച നിയമമാണ് ഒപ്പിച്ചു വെച്ചിരുന്നെന്ന് അവർക്കറിയില്ലല്ലോ. ഭക്ഷണം പിന്നെ കൊടുക്കണമെങ്കിൽ നിങ്ങളെ പ്രലോഭിപ്പിച്ച സെക്സിന് വേറെ വസ്തു സമ്മതിക്കണം എന്നൊക്കെ എന്താണ്? പറഞ്ഞാല് ഇതൊക്കെ ഒരു അല്ല വേറെ വല്ലാത്തൊരു വസ്തു എന്താണ്? ഏഹ് വേറെ കാര്യം എന്താണ്? ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഇനി വേറൊരു വിഷയം വേറൊരു സമയത്ത് സംസാരിക്കാം. ഒന്നുകൂടി ഇതിപ്പോ പറഞ്ഞാണ് അവിടെ നമുക്ക് വെക്കാം. ഏഹ് ഇപ്പൊ നിങ്ങള് പൗതി സ്വത്ത് കിട്ടലുള്ളൂ അതാണോ? പൗതി സ്വത്തും ഇല്ലല്ലോ. സ്വത്തൊക്കെ ഞാൻ പറഞ്ഞത് സമ്പത്തും ഒക്കെ വേറെ രണ്ടാമത്. ആദ്യം അഭിമാനത്തിന്റെ പ്രശ്നം തീർക്കുക, എന്നിട്ട് നമുക്ക് സ്വത്ത് നമുക്ക് പോവാം. ആദ്യം അഭിമാന പ്രശ്നം. ആദ്യം മനുഷ്യന് സ്വത്തും പണത്തിനേക്കാളൊക്കെ വലുതല്ലേ ഈ അഭിമാനം. സ്വത്തിനെ ഓടിയോൾക്ക് ചെലവഴിക്കൽ അല്ല നിർബന്ധമില്ലാണോ? ആയിക്കോട്ടെ, ഞാൻ അതല്ലേ? പറഞ്ഞ സ്വത്തും പണത്തും നമുക്ക് പോവാം. സ്വത്തും പണത്തിന്റെ മുമ്പ് നമുക്ക് അഭിമാനം തീരുമാനാക്കണ്ടേ? അതിനേക്കാൾ വലുതല്ലേ അന്തസ് അഭിമാനം എന്ന് പറഞ്ഞ സാധനം. എന്താ പെണ്ണിന്റെ അന്തസ്? ഖുർആൻ പ്രകാരം, ഹദീസ് പ്രകാരം, ഇസ്ലാമിക നിയമം അനുസരിച്ച് പടച്ചോനാണ് ഈ വിവേചനം ഉണ്ടാക്കിയെന്ന് പടച്ചോൻ ഖുർആനിൽ പറയുന്നത്. അപ്പൊ അതൊന്നും ഒരു പടച്ചോൻ പറയുമോ എന്നുള്ളതാണ് നമ്മളെ നിങ്ങള് ഈ ചോദ്യം. ഇയാത് ചിന്താഗതി തുടങ്ങിയതിന്റെ തുടക്കം എന്നാ? ഏ ഇയാത് ഈ ചിന്താഗതി തുടങ്ങിയതിന്റെ തുടക്കം എന്നാ? അത് തുടക്കം എന്ന് പറഞ്ഞത് ഞാനിത് സത്യത്തിൽ ഈ സുന്നി മുജാഹിദും തമ്മിൽ തല്ല് കണ്ടിട്ട് മനം മടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ശരിക്കും പഠിക്കണേ, മൂല്യന്മാരൊന്നും നമ്പിയാ നടക്കൂലെന്ന് വിചാരിച്ചിട്ട് ദീന് പഠിക്കാൻ തുടങ്ങിയതാ. നിങ്ങൾ എന്താ സംസ്കാരമൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ സുന്നത്താ എല്ലാം ഉണ്ടായിരുന്നു. മക്കതായത്? നമുക്കതും അല്ലാത്ത നമുക്ക് പറ്റുന്ന പോലെയൊക്കെ സുന്നത്തുണ്ടായിരുന്നു. പിന്നെ നമ്മള് പ്രാരാബ്ദം കഷ്ടപ്പാടും പിന്നെ ഈ അമലിനേക്കാളും പ്രധാനമാണല്ലോ ഈമാന്. തീർച്ചയായിട്ടും ആ അമൽ തന്നെ അപ്പൊ ഈമാനൊക്കെ അമലിലൊക്കെ ചിലപ്പോ മോടി വീഴ്ചകളൊക്കെ കൂട്ടാനാണ്. സംഭവിച്ചിട്ടുണ്ടാവും. മനുഷ്യനല്ലേ, നമ്മള് നെട്ടോട്ടത്തിൽ അമലൊക്കെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പോവും. പക്ഷെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തില് നമുക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ ഓരോന്നോരോന്ന് നമ്മളെ കണ്ണിൽ ഉടക്കിയപ്പോഴാണ് ഇതിനൊന്ന് വിമർശനാത്മകമായിട്ട് പഠിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിമത്തവും അങ്ങനത്തെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളോടുള്ള സമീപനമൊക്കെയാണ്. അടിമകളെ തന്നെ ഉക്കാള ചന്തയിലൊക്കെ ഒരു പുല്ല് വില വിൽക്കുന്ന സമയത്തൊക്കെ റസൂലുള്ളാഹിന്റെ ഇടപെടൽ മുഖാന്തരമൊക്കെ ഒരുപാട് അടിമകൾക്ക് മോചനം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇസ്ലാമില് മുസ്ലിങ്ങളായ തൊട്ടതിനും അടിമകൾക്ക് മാത്രമാണ്. പിടിച്ചതിനൊക്കെ അടിമകളിൽ മുസ്ലിങ്ങളായ മോചിപ്പിക്കാനാ അടിമകളെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് അടിസ്ഥാനത്തില് ഫസ്റ്റ് മോചിപ്പിക്കപ്പെട്ട സ്റ്റെപ്പ് തന്നെ ഇസ്ലാമിലെ ഒരു അടിമകളെ അമുസ്ലിം അടിമയുടെ മോചിപ്പിക്കാൻ. പേര് അതിന് പറയുന്നത്. കഴിയില്ലെങ്കിൽ രണ്ടാം സ്റ്റെപ്പ് എന്നവര് ഓരോരുത്തർ പല തെറ്റിനും പ്രായശ്ചിത്തമായിട്ട് അതാ ഞാൻ അതുപോലെ പറഞ്ഞത്. തന്നെ ഒരു ഫക്കുറക്കബയുടെ പിന്നെ പിൻബലത്തിൽ അതിന്റെ പശ്ചാത്തലത്തിൽ മോചിപ്പിക്കപ്പെട്ട ഒരു അമുസ്ലിം അടിമയുടെ പേര് പറയോ? ഫക്കുറൊക്കെ പറഞ്ഞ അടിമനെ മോചിപ്പിക്കുക ഫക്കുറക്കബ അല്ലേ? എന്താ ഹദീസാ? ഇല്ലേ, നിങ്ങള് ഖുറാനിലുള്ളതല്ലേ? മദീനന്ന് അതിന്റെ പശ്ചാത്തലത്തിലല്ലേ നമ്മളെ ബിലാലിനെയൊക്കെ മോചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് അടിമത്തൊക്കെ നമുക്ക് സംസാരിക്കാം വിശദമായിട്ട്. അപ്പോ ഇതാണ് കാര്യം. നിങ്ങൾ ഈ പിന്നെ ഉള്ളിക്ക് വിളിക്കും. അല്ലാതെ അങ്ങനെ ഓരോന്ന് വസ്വാസാന്ന് അങ്ങനെ കുറെ ചിന്തിച്ചൊന്നും വേണ്ട. വിശ്വാസമൊന്നുമില്ല. എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആദ്യം. ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് വിശ്വാസി. പിന്നെ അതിലിങ്ങനെ ഓരോന്നിനും ഇങ്ങനെ ഇപ്പൊ ഈ രണ്ട് അതായത് പെണ്ണിട്ട് നമ്മൾ മൊത്തത്തിലൊരു വിശ്വാസിയാവുക, പിന്നെ ഓരോന്നിന്റെ ഡീറ്റെയിലേക്ക് വല്ലാതെ പോവാതിരിക്കുക, അതല്ല നിങ്ങള് രീതി. ഈ രണ്ട് കല്യാണം കഴിക്കാറല്ലോ. ആ അതിപ്പോ രണ്ടല്ല 4 എന്ത് നിങ്ങൾ കുറക്കണേ? അല്ല ഒന്ന് രണ്ട് കഴിക്കാന്ന് പറയല്ലോ. അതൊന്നും ഒരു നാമക്കാന്ന് പറയല്ലോ. ഓരോന്നോ ഈരണ്ടോ മുമ്മൂന്നോ നന്നാലോന്നാണ്. ഒന്ന് കഴിച്ചാൽ മതി എന്നാണ്. എന്താ കാരണം? ഒന്നേ കഴിക്കാവൂന്നാ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞത് രണ്ടുണ്ട്. പക്ഷെ അതിന് ഒരുപാട് ഷർത്ത് അതിന്റെ പിന്നിലുണ്ട്. ആ ഷർത്തൊന്നും നബിക്ക് മാതൃക കാണിച്ചിട്ടില്ല. നബി മാതൃക കാണിച്ചിട്ടില്ലേ? നബിയുടെ നിങ്ങളൊരു സുന്നത്തിലില്ലാത്ത വിഷയം ഷർത്ത് എങ്ങനെ പൂർത്തിയാക്കട്ടെ. നിങ്ങൾ എവിടുന്ന എടുത്ത് പറയണത്? അല്ല നബി ഇനിയും കല്യാണം കഴിക്കേണ്ടിയിരുന്നു എന്നാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാൻ കല്യാണം പറഞ്ഞ കഴിച്ച സ്ത്രീകളോട് എല്ലാരോടും തുല്യമായിട്ടുള്ള ഒരു ഇത് കാണിച്ചിരുന്നു മുഹമ്മദ് നബി? ഞാൻ പറഞ്ഞോട്ടെ. ഇല്ലല്ലോ. നബി ഒരു അവസരത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന്
ഭാര്യമാരോട് പറഞ്ഞിരുന്നു. ആ സമയത്ത് ഭാര്യമാര് മൗനം പാലിച്ചു. വീണ്ടും ഭാര്യമാരോട് പറഞ്ഞു. പക്ഷെ ഈ കാര്യം എന്നുള്ളത് എടുത്തു ചാടി എടുക്കുന്ന തീരുമാനമല്ല. കാരണം ഇത് ലൈഫാണ്. സുഖന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അല്ല അതൊക്കെ കോഞ്ഞാട്ടാവും. അല്ല ഞാൻ അതൊക്കെ പറയട്ടെ, ശരി. ഞാൻ ഞാൻ പറഞ്ഞത് പറയട്ടെ പറയട്ടെ ഞാൻ ബഹുഭാരിത്വം. ഞാൻ പൂർത്തിയാക്കട്ടെ ചങ്ങായി. ഉം, അങ്ങനെ ഭാര്യമാരോട് പറഞ്ഞ സമയത്ത് ഭാര്യമാരോട് പറഞ്ഞു, ഉം, നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ചാടി തീരുമാനം എടുക്കേണ്ട. കാരണം ഇത് വലിയ വിഷയങ്ങളാണ്. ഉം. അത് നിങ്ങൾ പരക്കാരോട് മാതാപിതാക്കളോടൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ആ സമയത്ത് ഭാര്യമാരൊക്കെ കരഞ്ഞു പോയേക്ക. നിങ്ങളെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ടാ പോണേ? അതാ അതെ. സ്നേഹം ബന്ധും. വേറെ നിങ്ങളാക്കി ഗത്യന്തരം ഇല്ലായിരുന്നു നിങ്ങളതൊന്ന് പാവങ്ങൾക്ക്. മനസ്സിലാക്കണം. വേറെ അതൊന്ന് ഗത്യന്തരം മനസ്സിലാക്കണം. ഉണ്ടായിരുന്നില്ല ഒരു പാവങ്ങൾക്ക്. നബിതങ്ങളും ഭാര്യമാരും തമ്മിലുള്ള ആ സ്നേഹവും ആ പിരിശത്തും ആ അത് സൗഹൃദം നമുക്ക് ആ ഒരു മുത്തുനബിയുടെ മുത്തുനബിയും പിന്നെ നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനും നമുക്ക് വേറെ ദിവസം ചർച്ച ചെയ്യാം. ബഹുഭാരിത്വം നമുക്ക് ഒരു ദിവസം ചർച്ച ചെയ്യാം. ബഹുഭാരിത്വത്തിന്റെ യുക്തി. പക്ഷെ നമ്മളെ പോലുള്ള സാധാരണക്കാർ ഒറ്റൊന്നേ കെട്ടാവൂ. അങ്ങനെയുണ്ട്. രണ്ടെണ്ണം അങ്ങനെയൊന്നുമില്ല. കെട്ടാക്കാ നല്ലത്. അങ്ങനെയൊന്നുമില്ല. കെട്ടാക്കാൻ അല്ലാതെ ഒന്നും കെട്ടാതിരിക്കാല്ല നല്ലത് പറയുന്ന ആൾക്കാരുണ്ടാവില്ലേ? അല്ല കല്യാണേ ഒന്ന് കഴിക്കാതിരിക്കണ കെട്ടണം. നല്ലതെന്ന് പറയുന്നുണ്ടാവും. അല്ല ഈ ചില വിഷയങ്ങളിൽ ഒരു കാഴ്ചപ്പാട് വേണം. മറ്റേത് ചിലപ്പോ ഒരു അങ്ങനെയാണ്. അങ്ങനെയില്ല. ഇസ്ലാമിൽ എന്താ കുഴപ്പം? ഇസ്ലാമിൽ കുഴപ്പമില്ല. നമുക്ക് അടിമ സ്ത്രീനെ രണ്ട് അടിമ സ്ത്രീകളെ വാങ്ങി സൂക്ഷിച്ചാ പോരെ. പക്ഷെ ഈ അടിമ സ്ത്രീകളിലോടത്തന്നെ വേറെ വിഷയങ്ങളുണ്ട്. ഓരോട് കുറെ മല്ലുള്ള പണിയെടുപ്പിച്ച അതൊന്നും അല്ല ഒരു പറ്റുന്നില്ല. പണി എടുപ്പിക്കണ്ടെന്ന് അടിമ സ്ത്രീകളാക്കി വെച്ചാൽ മതിയല്ലോ. അപ്പൊ ഭാര്യയോടുള്ള അത്രയും ബാധ്യതയായിട്ട് ഇല്ലേനും. ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കണം, കാര്യങ്ങളൊക്കെ വേണം. കുറച്ചൊക്കെ പിന്നെ കൊടുത്താൽ മതി. അതെ. ഓരോ അയിബാക്കാന്ന് എന്തായാലും പറ്റൊന്നുമില്ല. നമുക്ക് ബഹുഭാര്യത്വം മുഹമ്മദ് നബീന്റെ കല്യാണത്തിലെ മാതൃകകളും ഒക്കെ നമുക്കൊന്ന് കുടുംബജീവിതത്തിൽ മുഹമ്മദ് നബീന്റെ മാതൃകയൊക്കെ നമുക്ക് വേറെ ചർച്ച പക്ഷെ ചെയ്യാം. നിങ്ങൾ വേറെ വിഷയം ചിലത് ചിന്തിക്കാണ്ട് ഒറ്റ ഭാര്യമാര് തെറ്റിപ്പോയിട്ടില്ലല്ലോ. എന്തൊക്കെ നിങ്ങൾ നിങ്ങളെന്ന് പറയണേ? കഴിച്ചു നോക്കി 2 ഭാര്യമാര്. ഇപ്പൊ എന്തൊക്കെയാ നിങ്ങളെ നിങ്ങൾ സുഹൃത്ത്, പറയണേ? അതോ നിങ്ങളെ പരിചയക്കാരൻ, നിങ്ങളെ സൗദയാണോ പരിചയക്കാരൻ, അഫ്സാനോ? ഹലോ സൗദയാണോ അഫ്സാനോ? ആരിഫ് ഹുസൈൻ 2 കല്യാണം കഴിച്ചിന്, പൊന്നാര നബി രണ്ടും പോയി. അല്ല. നിങ്ങള് വ്യക്തികളിലേക്ക് പോണ്ട. നമ്മളെന്തിനാ അല്ല വെറുതെ വ്യക്തികളിലേക്ക് പോണേ? അല്ല ഒരാള് 2 നമ്മളെന്തിനാണ് കല്യാണം അനാവശ്യമായിട്ട് കഴിച്ചിരുന്നു. മറ്റു വ്യക്തികളിലേക്ക് പോണേ? ഞാൻ ചോദിക്കുന്നത് അല്ല രണ്ടും നമ്മൾ തെറ്റിപ്പോയി. രണ്ടാള് രണ്ടും സംസാരിക്കല്ലേ? തെറ്റിപ്പോയി. അതിപ്പോ എത്ര മൂല്യന്മാരെ 3-4 കാര്യം തീർത്ത് എത്ര മൂല്യന്മാരുണ്ടില്ലേ? പക്ഷെ ഈ നേതാവ് കല്യാണം കഴിച്ച അല്ല ഒറ്റ ഇല്ലേ? ഭാര്യമാര് പോയിട്ടില്ല. അല്ല ഞാൻ ഒരു മുഹമ്മദ് നബി ഭാര്യമാരോട് ഇങ്ങനെ വിഷയം അത് പറഞ്ഞിട്ട് പറയാം. ഭാര്യമാർ മുഹമ്മദ് നബി ഞാൻ ഒരു മിനിറ്റ്. മുഹമ്മദ് നബി കല്യാണം കഴിച്ചിട്ട് കുടുംബജീവിതത്തില് ഇന്റെ ദിവസം വേണേ നിങ്ങൾ ആഴ്ചക്ക് കൊടുത്തോളൂ, എന്നാലും എന്നെ കാര്യം തീർക്കരുതേ പറഞ്ഞിട്ട് വഴിയോരത്ത് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് കാത്തു നിന്നൊരു ഭാര്യ ഉണ്ടായിരുന്നു മുഹമ്മദ് നബിക്ക്. ഓലെ പേരെന്താ നിങ്ങൾക്കറിയോ? അങ്ങനുണ്ടോ? അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ 2 ദിവസം നിങ്ങൾക്ക് ഇതിനൊന്നും കുറിച്ച് നിങ്ങൾ അങ്ങനെ ആഴത്തിൽ മുഹമ്മദ് നബിയുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു കയറിയിട്ടില്ലാത്തത് അല്ല കൊണ്ടാണ് നിങ്ങൾ പ്രശ്നം. അറിയണോണ്ടല്ല ഞാൻ ഇത്രയും പറഞ്ഞത്. ശരി, ഞാൻ അതാ പറഞ്ഞ 2 നിങ്ങൾ പറഞ്ഞതിൽ അബദ്ധമുണ്ട്. അല്ല നിങ്ങൾ ഈ വിഷയം ഒന്ന് പറഞ്ഞാണ്. അതുണ്ട്. നമുക്ക് അത് ഞാൻ പറഞ്ഞില്ലേ മുഹമ്മദ് നബിന്റെ കുടുംബജീവിതത്തിലെ നിങ്ങൾ അബദ്ധം കുടുംബജീവിതത്തിൽ ഉണ്ട് എന്ന് മാതൃക, പറഞ്ഞാ പോരാ. അബദ്ധം ഏതാന്ന് പറയണം. ഇസ്ലാമിക കുടുംബജീവിതവും മുഹമ്മദ് നബിയുടെ മാതൃകയും നമുക്ക് ഒരു ദിവസം ചർച്ച ചെയ്യാന്ന്. അപ്പൊ ഞാൻ പറയുന്ന ഒരു ഭാര്യ ബഹുഭാര്യത്വം പോലും തെറ്റുപോയിട്ടില്ല. അതൊക്കെ അത് ഉണ്ട്. ചിന്തിക്കണം. അതൊക്കെ ഏത് ഉണ്ട്. ഏത് ഏത് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാന്ന്. അതാ ഞാൻ പറഞ്ഞത്. ഒരു ഹിന്റാണ് നിങ്ങൾക്ക് തന്നത്. അത് നിങ്ങൾ എടുത്തിട്ട് വരി. നിങ്ങൾ ഇന്റെ ഊഴം വേണമെങ്കിൽ നിങ്ങൾ ആഴ്ചയൊക്കെ കൊടുത്തോളും, കുഴപ്പമില്ല, നിങ്ങൾ എന്നാലും എന്നെ കാര്യം തീർക്കരുതേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട്. കാര്യം തീർക്കരുത് എന്നോ? ആ അത് ഇതല്ല പവറല്ല ഒരു ഭർത്താവിന്റെ അങ്ങനെ ഉണ്ടെങ്കിൽ. അതെ. ആ ഭർത്താവിന്റെ പവർ നമുക്ക് കുറച്ച് പവർ കൂടിയതിന്റെ പേരിൽ കച്ചറുണ്ടാക്കിയതും എന്നാ ഇഞ്ഞിച്ചത് ഹറാമാണ് എന്ന് പറഞ്ഞത് ആയത്തിറങ്ങിയതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. കുടുംബജീവിതം. അപ്പൊ അത് നമുക്ക് ഇനി വിശദമായിട്ട് മറ്റൊരു ദിവസത്തിൽ സംസാരിക്കാം. ഇന്നിപ്പോ തൽക്കാലം ഇങ്ങനെ ചെലവിനൊടുക്കലും ഭാര്യയെ തല്ലലും പോട്ടെ. നിങ്ങളൊരു മസാലന്റെ മസിൽ പിടുത്തത്ത് പോയിട്ടാണ് അതൊക്കെ. അല്ലെങ്കിൽ ഒരു മസാല ഇല്ലെങ്കിൽ പിന്നെ വിശാലമായിട്ടൊന്ന് എന്ത്? ചിന്തിച്ചു കഴിഞ്ഞാൽ മസാല അല്ലാതെ പിന്നെന്ത് ഇസ്ലാം ദീന്? ഇസ്ലാം മസാല ദീനിന് ചിലയിടത്ത് അതിന് ഇസ്ലാം ദീന് എന്ന് വീളുള്ളടത്തൊക്കെ പറഞ്ഞാൽ തന്നെ എടുക്കാലോ. മസാലയല്ലേ? അല്ലാതെ നിങ്ങളടങ്ങനെ ഒരു പിടുത്തം പിടിച്ച് റക്കാത്ത് നിസ്കാരത്തിന് എത്ര മസാല ഉണ്ടെന്ന് പറയാ? 9,000. ഇപ്പൊ ഈ കച്ചവടം നടത്തുമല്ലോ, കച്ചവടം ചെയ്യുന്നിടത്ത് തന്നെ ഒരു ഓപ്ഷൻ ആണ് എന്ത്? ഹലോ, കച്ചവടമാണ്, ഞങ്ങൾക്ക് വിറ്റു, ഞങ്ങൾക്ക് വാങ്ങി. മറ്റൊരു അഭിപ്രായം, മറ്റൊന്നാണ് എന്ത്? കൊടുക്കലും വാങ്ങലും ഉണ്ടായാൽ മതി. ഒരു ജമ്മിന്റെ അഭിപ്രായമാണ്. മറ്റൊന്ന് നിങ്ങൾക്ക് തൃപ്തി ഉണ്ടായാൽ മതി. മറ്റൊന്ന് ഫ്രീ ആയി കൊടുത്ത് ഫ്രീ ആയി വാങ്ങിയാൽ മതി. നിങ്ങൾ ഈ ഒന്നിൽ തന്നെ മസിൽ പിടിച്ചിരിക്കണ എന്തിനാ? അത് ഓരോന്നും മികച്ചതാവണം. ഓരോ ഓപ്ഷനും മികച്ചതാവണം. അല്ല ഞാൻ വിറ്റു, ഞാൻ വാങ്ങി, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ല കച്ചവടം നടത്തുമ്പോൾ നിങ്ങള് ഇസ്ലാമിലെ കല്യാണവും പക്ഷെ അത് നിങ്ങൾ അതിൽ തന്നെ പിടിച്ചിരിക്കണ എന്തിനാ? ഇങ്ങനെ തന്നെയാവണം എന്നുള്ള. അങ്ങനെയൊന്നല്ല. ഞാൻ പറഞ്ഞത് ഓരോ ഓപ്ഷനും ദൈവത്തിൽ നിന്നുള്ള ഓപ്ഷൻ 5 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ 5 ഓപ്ഷനും ഒന്നിനൊന്ന് മികച്ചതാവണ്ടേ?
അതിനിത് പറ്റുള്ളൂ. അത് തൃപ്തി ഉണ്ടായാൽ മതിയല്ലോ. ഞാൻ ഫ്രീ ആയി കൊടുത്ത് ഫ്രീ ആയി ഉണ്ടായാൽ വാങ്ങി. മതിയല്ലോ പറഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടായിക്കോളണം അർജന്റ് ഉണ്ടാകണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അല്ല ഇപ്പൊ ഒരു ഒന്ന് ഒരു ഭർത്താവ് തന്നെ ആവണം തീരുമാനിക്കുകയാണ് എന്നുള്ള നിർബന്ധത്തിന് മതപരമായി എന്തിനാ? ഒരു ഭർത്താവ് തീരുമാനിക്കുകയാണ് മതപരമായി എനിക്ക് എന്താണോ ബാധ്യത അതാണ് ഞാൻ നിറവേറ്റുന്നത് എന്ന് തീരുമാനിച്ചാൽ അയാളെ കുറ്റം പറയാൻ പറ്റുമോ? അത് രണ്ടാക്കും റാഹത്തില്ല. ഫോണെ കണ്ടിട്ട് ഒരു നിലക്കും ഓൽക്കൊരു തൃപ്തി ഇല്ലെങ്കിൽ പിന്നെ റാഹത്തായി പിരിഞ്ഞോളിന്നാണ്. അങ്ങനെ റാഹത്ത് ഇപ്പൊ ഇസ്ലാം അനുവദിച്ച അത്രയും കൊടുക്കുന്ന ചെലവിന് കൊടുക്കുന്നുണ്ട്. ഇസ്ലാം പറഞ്ഞ കണക്കനുസരിച്ചിട്ട് വസ്ത്രം വാങ്ങി കൊടുക്കുന്നുണ്ട്. എങ്കിൽ ആ ഭാര്യക്ക് എങ്ങനെയാ ഭർത്താവിനെ ഒഴിവാക്കാൻ പറ്റുക? പിന്നെന്താ റാഹത്ത് നിങ്ങൾ പറയണത്? അതാ നിങ്ങൾ വെച്ചാൽ നിങ്ങളെ ആശയത്തിന് ഞാൻ എന്റെ ആശയത്തിലാണ്. അതാണ് ഏറ്റവും നല്ലത്.